ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ റൂമൊക്കെ എടുത്തത്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് നമ്മളൊരു ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. ഓട്ടോക്കാരൻ നമ്മളെ കുറേ സ്ഥലം കൊണ്ട് കറക്കാമെന്ന് പറഞ്ഞു. അപ്പം 1500 രൂപയാണ് പുള്ളിക്കാരൻ റേറ്റ് ഇട്ടേക്കുന്നത്. ഇന്ത്യ ഗേറ്റ് അങ്ങനെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളൊരു ബൈക്ക് റെൻ്റ് എടുത്തിരുന്നു. ആ ബൈക്ക് കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓട്ടോ വിളിച്ച് നമ്മൾ ഓട്ടോയിൽ യാത്ര ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല സൂപ്പർ ഓട്ടോയാണ് കേട്ടോ. പുള്ളിക്കാരൻ നല്ല ആക്റ്റീവാണ്. നമ്മളെ കേരളക്കാരെന്നൊക്കെയാണെന്ന് അറിയെങ്കിലും നമ്മളെ പറ്റിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ട്രിപ്പ് അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും എങ്ങനെയൊക്കെയാണ് ന്യൂഡൽഹിയിലെ ഓട്ടോക്കാരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ. എന്തായാലും സ്വഭാവം മെച്ചമൊന്നുമല്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഓട്ടോയിൽ. അവന്മാരെല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു. സൂക്ഷിക്കുക, ഒറ്റയ്ക്കൊക്കെ വരുന്നവർ ന്യൂഡൽഹിയിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഓട്ടോക്കാരെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് ഉള്ള പൈസയും മേടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യ ഗേറ്റിലോട്ടാണ്. അങ്ങനെ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്ക് നമ്മൾ നിശ്ചിത സമയത്ത് നമുക്ക് ഇന്ന സ്ഥലത്ത് എത്താം എന്ന് വിചാരിക്കേണ്ട. കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുകയാണെങ്കിൽ 2 മണിക്കൂറിന് മുമ്പേ ഇറങ്ങാൻ ശ്രമിക്കുക. ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ശ്രമിക്കും. അതുപോലെ എയർപോർട്ടിൽ പോകുന്നൊരു അതുപോലെ അപ്പം അങ്ങനെ നമ്മൾ ഇവിടുത്തെ അത്യാവശ്യം ഒരു സ്ഥലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെല്ലാം ഇപ്പം സിറ്റി ഏരിയ ആയതുകൊണ്ട് ഇവിടെ നല്ല ക്ലീനാണ്. നമ്മൾ ഔട്ടറിലോട്ട് പോകുന്ന സമയത്ത് ഫുള്ള് വൃത്തികേടാണ്. റോഡ് സൈഡിൽ ചവർ കൂമ്പാരോ അങ്ങനെ കുറേ സ്ഥലങ്ങളെല്ലാം അങ്ങനെ നമ്മൾ ഹരിയാനയിൽ നിന്ന് വന്ന് ബോട്ടിൽ കയറുന്ന സമയത്ത് ആ സൈഡിലെല്ലാം ഫുള്ള് പിന്നെ വേസ്റ്റാണ് കേട്ടോ, വേസ്റ്റ്. അതുപോലെ സിറ്റി മാത്രം കേന്ദ്രീകരിച്ചുള്ള ക്ലീനിങ് മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കിയിട്ട്. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കസ്തൂർബാ ഗാന്ധി മാർഗ് ആ ഒരു സ്ഥലത്ത്, ആ ഒരു ഭാഗത്താണ്. ഓട്ടോയുടെ കണ്ടീഷൻ മോശമാണ്. അപ്പം ഒളിഞ്ഞ് കിടക്കുന്ന വണ്ടികൾ. കാരണം എല്ലാ വണ്ടികളും തട്ടുമുട്ടുമാണ്. പുതിയ വണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വട്ട് എങ്ങനെയായാലും ആ വീക്കിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത്രയ്ക്ക് ക്രൗഡഡാണ് ഇവിടെ. വണ്ടി ആയാലും ജനങ്ങളായാലും. പിന്നെ പൊല്യൂഷൻ ഭയങ്കര പൊല്യൂഷനാണ്. മഞ്ഞാണോ പിന്നെ പുകയാണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല ക്ലീനാണ് കേട്ടോ സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ നല്ല വൈബാണ് കേട്ടോ. നമ്മളോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഓപ്പൺ ആയിരിക്കും, ഇപ്പോൾ ക്ലോസ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഡൽഹിയിൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് എത്തിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബറോഡ ഹൗസിൻ്റെ ഫ്രണ്ട് എത്തിയിരിക്കുകയാണ്. ബറോഡ ഹൗസ്, ഇതാണ് ബറോഡ ഹൗസ്. ആണ് ബറോഡ ഹൗസ്, നോർത്തേൺ റെയിൽവേ ബറോഡ ഹൗസ്, ന്യൂഡൽഹി. റെയിൽവേയുടെയൊക്കെ സെറ്റപ്പ് അത് അവിടെയാണ്. ഫുൾ ബ്ലോക്ക്. നമ്മൾ ഈ വന്ന വഴിക്ക് ഫുൾ ബ്ലോക്കായിരുന്നു. പിന്നെ കുറച്ച് വൃത്തിയുള്ളൊരു സ്ഥലമാണ് ഈ ബറോഡ ഹൗസ് എന്ന് പറയുന്ന സ്ഥലം. കാരണം നമ്മൾ ഈ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഒരു 3-4 മണിക്കൂറിന് മുന്നേ നമ്മൾ ഇറങ്ങണം. ഇല്ലെങ്കിൽ പണി പശുമ്പലി കിട്ടും.
ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിലാണ് ഇന്ത്യ ഗേറ്റ്, റൈറ്റ് സൈഡിലാണ് ഇന്ത്യ ഗേറ്റ് വരുന്നത്. കണ്ടോ, റിപ്പബ്ലിക് ഡേ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാം സെക്യൂരിറ്റിയൊക്കെ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല. ഇതാണ് ഇന്ത്യ ഗേറ്റ്, ഇവിടെയാണ് ഇന്ത്യ ഗേറ്റ്. നല്ല തിരക്കാണ് ഇന്നിപ്പോൾ, വൈകുന്നേരങ്ങളിലൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ. ഇവിടെയാണ് നമ്മുടെ ഈ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ സൈഡിലാണ് പരേഡ് നടക്കുന്നത്. അശോക റോഡ് കണ്ടില്ലേ? ഈ അശോക റോഡിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് നമുക്കിവിടെ കയറാനുള്ള ഗേറ്റിൻ്റെ അടച്ചല്ലേ. നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. സ്ട്രീറ്റ് ഫുഡ് കടകൾ, ഫ്രൂട്ട്സ്, അങ്ങനെ ഐസ്ക്രീം, ഒത്തിരി കടകളുണ്ട്. അപ്പം നിങ്ങളിവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എത്ര രൂപയാകും എന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ. കാരണം കുറേ ഫോട്ടോ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ 500-1000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ. അത് ഒന്ന് സൂക്ഷിക്കുക. അപ്പം ന്യൂഡൽഹിയിലെ പുതിയ പുതിയ വീഡിയോകൾ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് അടുത്ത ദിവസങ്ങൾ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.